അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുസ്ലിം സമുദായത്തിന് അവരുടെ യഥാർത്ഥ ഗുണകാംക്ഷികളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ ഒരു നിർഭാഗ്യമാണ്. മുസ്ലിം സമുദായത്തിന് പ്രാദേശിക തലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നന്മ മാത്രം വരണം എന്ന് അഭിലഷിക്കുന്ന വലിയ ഒരു ഗുണകാംക്ഷിയാണ് ബഹുമാന്യനായ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ. ഈ മൗദൂദികൾ മാസാമാസം അല്ലെങ്കിൽ ആണ്ടോടാണ്ട് സപ്ലൈ ചെയ്യുന്ന അണ്ടിപ്പരിപ്പ് ഉണക്കമുതിരിയൊക്കെ കഴിച്ച് ഈന്തപ്പഴവും തിന്ന് ശരീരം പൊട്ടിപ്പിടിച്ചവരാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നക്കികളി. തവിട്ടുതാടിക്കാരനായ ഒരു മതപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഹുസൈൻ ബദരി എന്നാണ്. ചെമ്പൻ താടിയുള്ള ഒരു ഉസ്താദിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഇദ്ദേഹമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പുള്ളി ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ പറയും, അധാർമികമായ ഒരു കാര്യവും പറയുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടകളിൽ മുസ്ലിം സമുദായം വീണു പോകാതിരിക്കാൻ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർ അവർ പോലും അറിയാതെ ജമാഅത്തെ ഇസ്ലാമിയാലും സി ദാവൂദിനാലും സ്വാധീനിക്കപ്പെട്ടു പോകാതിരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുന്ന ജാഗരൂകനായി ഒരു സംരക്ഷണ വേലിയായി നിലകൊള്ളുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ. മതമൗലികവാദത്തിലേക്കോ അല്ലെങ്കിൽ തീവ്രവാദത്തിലേക്കോ ഭീകരവാദത്തിലേക്കോ വർഗീയതയിലേക്കോ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നല്ല, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ, ലോക മുസ്ലിങ്ങൾ വഴിമാറിപ്പോകാതിരിക്കാൻ, വഴിതെറ്റിപ്പോകാതിരിക്കാൻ തീർച്ചയായും അദ്ദേഹം നൽകുന്ന സംഭാവനകൾ വളരെ നിസ്തുലമാണ്. നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള പ്രശ്നങ്ങളിൽ മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ മുസ്ലിം സമുദായം വ്യതിചലിപ്പിക്കപ്പെടാതിരിക്കാൻ, വഴിതെറ്റിക്കപ്പെടാതിരിക്കാൻ അദ്ദേഹം വളരെ ജാഗ്രത പുലർത്തുന്നുണ്ട്. ഇസ്രായേല് എന്തെങ്കിലും കാര്യമായ സംഭാവനകൾ ലോക സമാധാനത്തിന് അർപ്പിക്കുമ്പോൾ എന്തെങ്കിലും ചീള് അല്ലറ ചില്ലറ പൊട്ടാസും പടക്കവും ഒക്കെ ആയിട്ട് വല്ല ഇറാനോ ഹമാസോ ഹിസ്ബുല്ലയോ ഒക്കെ ഇടപെട്ട് ഇസ്രായേലിന്റെ സമാധാന രംഗത്തുള്ള ആ വമ്പിച്ച മുന്നേറ്റത്തെ അലമ്പാക്കുന്നതിനെതിരെ അഡ്വക്കേറ്റ് ജയശങ്കർ പുലർത്തുന്ന ആശയപരമായ ചിന്താപരമായ ജാഗ്രതയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിന് ഇസ്ലാമിക സാങ്കേതിക ശബ്ദാവലിയുമായിട്ടൊക്കെ വളരെ പരിചയമുള്ള ആളാണ്. കാരണം അദ്ദേഹം ചെറുപ്പത്തിലെ പഠിച്ചു വളർന്നത് ആലുവായിലെ മാനാടൻ കുടുംബത്തിലെ, അല്ലെങ്കിൽ തറക്കണ്ടത്തിൽ കുടുംബത്തിലെ, അല്ലെങ്കിൽ ആമ്പക്കുടി കുടുംബത്തിലെ, അങ്ങനെ അല്ലെങ്കിൽ വേഴപ്പള്ളി കുടുംബത്തിലെ കൊള്ളാവുന്ന ആളുകളോടൊപ്പം മുസ്ലിം വിദ്യാർത്ഥികളോടൊപ്പമാണ് അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ട് പോന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സാങ്കേതിക ശബ്ദങ്ങളോ അല്ലെങ്കിൽ മാപ്പിള ശൈലിയോ മുസ്ലിം ശൈലിയോ ഒന്നും അദ്ദേഹത്തിന് വേറെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മുമ്പ് മാധ്യമം ആഴ്ചപ്പതിപ്പിൽ, മാധ്യമത്തിലൂടെയും ഇന്ത്യ വിഷനിലൂടെയും ഒക്കെയാണ് അദ്ദേഹം പിച്ച വെച്ചത്. ആ നന്ദി തീർച്ചയായിട്ടും ഇന്ത്യ വിഷനോട്, മാധ്യമം പത്രത്തോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, മുസ്ലിം സമുദായത്തോട് നിതാന്തമായി അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം യഹൂദികൾ, ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ആൾക്കാരായ യഹൂദികൾ, ജൂതന്മാർ. അവരോട് മുസ്ലിങ്ങൾക്കുണ്ടായിരിക്കേണ്ട കടപ്പാടിനെ കുറിച്ച് നമ്മുടെ വക്കീൽ സാറിന് നല്ല ബോധ്യമുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം നിർബന്ധമാക്കിയ 50 നേരത്തെ നിസ്കാരം 5 നേരമാക്കി ചുരുക്കി ലഘൂകരിക്കാൻ വേണ്ടി ഈ മുസ്ലിം സമുദായത്തെ സഹായിച്ചത് യഹൂദികളുടെ പ്രവാചകനായ മൂസാ നബി ആണ്. മോസസ് പ്രവാചകനാണ്. വാനലോകത്തിരുന്നു കൊണ്ട് അദ്ദേഹം മുസ്ലിം സമുദായത്തിന് ചെയ്ത ആ സേവനത്തിനുള്ള നന്ദിയും കടപ്പാടും മുസ്ലിങ്ങൾ എപ്പോഴും ഇസ്രായേൽ ജനതയോട്, ജൂതന്മാരോട് പുലർത്തണമെന്ന് മുസ്ലിം സമുദായത്തിന്റെ ഒരു ഗുണകാംക്ഷി അഭിലഷിച്ചു പോയാൽ അതിൽ നമുക്ക് യാതൊരു തെറ്റും പറയാനാവില്ല.
അതുപോലെ മാധ്യമം പത്രത്തിൽ പണിയെടുക്കുന്ന ആളുകൾ, അവർക്ക് ഈ റമളാൻ മാസത്തിന്റെ പുണ്യം, ഈ റമളാൻ മാസത്തിന്റെ വിശുദ്ധിയും സംസ്കരണവും മാധ്യമത്തിന്റെ മാനേജ്മെന്റിൽപ്പെട്ട ആളുകളിലുണ്ടെങ്കിൽ അത് ഒന്നാമതായി പ്രകടമാകേണ്ടത് മാധ്യമത്തിലെ ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുക എന്നതിലാണ് അത് പ്രകടമാകേണ്ടത് എന്ന് മുസ്ലിം സമുദായത്തെ ഗുണദോഷിക്കാൻ, ഉപദേശിക്കാൻ ഏതെങ്കിലും ഒരു മുസ്ലിയാരോ തങ്ങളോ ഒരു വലിയോ ഒരു ആരിഫോ ആരെങ്കിലും ഉണ്ടായോ, കുത്തുബോ ആരെങ്കിലും ഉണ്ടായോ? അഡ്വക്കേറ്റ് ജയശങ്കരേ അതുണ്ടായുള്ളൂ. സർവോപരി മുസ്ലിം സമുദായത്തെ ദേശീയതയുമായി മതേതരത്വവുമായി വിളക്കി ചേർക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പ്രത്യേകിച്ച് നമുക്ക് നന്ദി ഉണ്ടാകണം. അദ്ദേഹത്തിന് നല്ല, നമ്മൾ ഈ ശംസുൽ ഉലമ അല്ലെങ്കിൽ താജുൽ ഉലമ എന്നൊക്കെ പറയുന്നത് പോലെ എന്തെങ്കിലും ഒരു അപരാഭിധാനം, എന്തെങ്കിലും ഒരു ആദരസൂചകമായ ഒരു നാമം, ഉദാഹരണം നാസിഹുൽ ഉമ്മ അല്ലെങ്കിൽ മുഹല്ലിലു സിയാസത്തിൽ മുസ്ലിമീൻ, അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു അപരാഭിധാനം, ഒരു ലഖബ് അലമ്, ഒരു ആദര സൂചക നാമം കൊടുത്ത് ഈ റമളാൻ മാസത്തിൽ വക്കീൽ സാറിനെ ആദരിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിഞ്ഞാൽ അത് വലിയ ഒരു കാൽവെപ്പായിരിക്കും. ഞാൻ എന്നും അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു പി ഉമ്മർ കോയയില്ല. അതായത് ദേശീയതയിലേക്ക്, ഈ ഭാരതത്തിന്റെ തനതായ സാംസ്കാരിക പൈതൃകത്തിലേക്ക് മുസ്ലിങ്ങൾക്കൊരു പാലമായി വർത്തിക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ സാർ അല്ലാതെ വേറെ ആരെങ്കിലും നമുക്കുണ്ടോ? ഞാൻ പണ്ടേ മുതൽ, അതായത് തനത് ഭാരതീയ സാംസ്കാരിക പൈതൃക ഉദ്ദീപന ചേരിയിൽ നിന്ന് എനിക്ക് ടി.ജി. മോഹൻദാസ് സാറ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അഡ്വക്കേറ്റ് ജയശങ്കർ സാറിനെയും അദ്ദേഹത്തിന്റെ രചനകളെയും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെയുമാണ്. കാരണം ഈ ആലുവായും ഈ തോട്ടക്കാട്ടുകരയും ഈ ദേശം എന്ന് പറയുന്ന സ്ഥലവും ഒക്കെ നഗരവൽക്കരിക്കപ്പെട്ടത്, വ്യവസായവൽക്കരിക്കപ്പെട്ടത് ഒക്കെ ഈ അടുത്ത കാലത്തല്ലേ. അപ്പോഴും ആ നഗരവൽക്കരണത്തിനോ ആ വ്യവസായവൽക്കരണത്തിനോ ഒന്നും പിടികൊടുക്കാതെ ആ നാടിന്റെ ആ തനി ഗ്രാമീണ വിശുദ്ധി, ആ ഒരു നിഷ്കളങ്കത പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ മുസ്ലിം പ്രശ്നങ്ങളെ സമയാസമയങ്ങളിൽ മുസ്ലിങ്ങളുടെയും മറ്റുള്ളവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം കാണിക്കുന്ന തിടുക്കം, അത് വാക്കുകൾക്ക് അതീതമായി നമ്മൾ സ്തുതിക്കേണ്ട, നമ്മൾ വാഴ്ത്തേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം സമുദായം ദേശീയതയിൽ നിന്ന് അകന്നു പോകുന്നു. അവിടെ വക്കീൽ സാറിന്റെ വളരെ സാന്ദർഭികമായ ഇടപെടൽ ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ കേരളത്തിലെ സാമുദായിക സന്തുലിതത്വം അത് എവിടെ തെറ്റുന്നോ, അതിപ്പോ 5-ാം മന്ത്രി വിവാദമാകട്ടെ, മറ്റ് പച്ച ബോർഡിന്റെ പ്രശ്നമാകട്ടെ, അവിടെ സാർ ഇടപെട്ട് ഉടനെ മുസ്ലിം സമുദായത്തെ ഒന്ന് കറക്റ്റ് ചെയ്യും. ഇവിടെ മുസ്ലിം സമുദായം സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം സമുദായം പുരോഗതിപ്പെടാൻ വേണ്ടി ഇപ്പൊ കാന്തപുരം ഉസ്താദ് വഴി, പ്രത്യേകിച്ചും ഗുജറാത്ത് പോലെയുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളില്, കേരളത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി സർക്കാർ ചില പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോ മുസ്ലിം സമുദായം അതിന്റെ ഗുണഭോക്താക്കളായി മാറാതിരിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള ചില തീവ്രവാദ എലമെന്റുകൾ വളരെ പ്രതിലോഭപരമായി ഇടപെട്ടപ്പോ ഉടനെ വക്കീൽ സാർ ഇടപെട്ടിട്ട് പറഞ്ഞു, മുസ്ലിം സമുദായത്തിന് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു മിശിഹയാണ്, നവോത്ഥാന നായകനാണ്, രക്ഷകനാണ് നരേന്ദ്രമോദി. മുസ്ലിം സമുദായത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണം ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതാണ്. അപ്പൊ ആ വിദ്യാഭ്യാസം മുസ്ലിം സമുദായത്തിന് വിതരണം ചെയ്യാൻ വേണ്ടി കാന്തപുരം ഉസ്താദിലൂടെ രചനാത്മകമായിട്ടുള്ള ചില കാൽവെപ്പുകൾ ഉണ്ടായപ്പോ ഈ പ്രതിലോമ ശക്തികള്
ഇവിടെ വന്ന് ഇടങ്കോലിടുകയാണ് എന്നുള്ളത് സമയത്ത് തന്നെ കണ്ടുപിടിച്ച് അതിനെതിരെ മുന്നറിയിപ്പ് കൊടുക്കാൻ ജയശങ്കർ സാർ അല്ലാതെ വേറെ വല്ല മനുഷ്യരും ഇവിടെ ഉണ്ടായോ? അത് മാത്രല്ല, മുസ്ലിം സമുദായം വിദ്യാഭ്യാസ രംഗത്തോ സാമ്പത്തിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ എന്തെങ്കിലും മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ അതിലൂടെ ക്രിസ്ത്യാനികളിൽ ഇവിടെ എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടായി പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. നായന്മാരിൽ എന്തെങ്കിലും അതൃപ്തി ഉണ്ടായി പോകുന്നുണ്ടോ എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. അതുപോലെ വെള്ളാപ്പള്ളി സാറിന് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള വല്ല പുരോഗതിയും മുസ്ലിങ്ങൾ ആർജിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം നോക്കിയിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വന്ന് മുസ്ലിം സമുദായത്തോട് അദ്ദേഹം പറയും, നിങ്ങളുടെ മുന്നേറണമൊക്കെ കൊള്ളാം, പക്ഷെ ആ കത്തോലിക്കരെ നിങ്ങൾ അസംതൃപ്തരാക്കിയാൽ ഈ നാട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള അസന്തുലിതത്വത്തിലേക്ക്, സംഘർഷത്തിലേക്ക്, അസംതൃപ്തിയിലേക്ക്, കാലുഷ്യത്തിലേക്ക് പോകും. നിങ്ങൾ ഈഴവരുടെ അതൃപ്തിക്ക്, അവരുടെ കോപത്തിനിരയായിക്കൊണ്ട്, അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ കോപത്തിനിരയായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും സാമ്പത്തിക രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ സാമൂഹിക രാഷ്ട്രീയ രംഗത്തോ ഒന്നും നിങ്ങൾ മുന്നേറല്ലേട്ടോ. ഇത് ആപത്ത് വരുത്തും. ഇത് ചൂണ്ടിക്കാണിക്കാൻ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം, വർത്തമാനം, ഭാവി ഇതെല്ലാം ശോഭനമായി തന്നെ, തിളക്കമുറ്റതായി തന്നെ നിലകൊള്ളണം എന്നുള്ളതിൽ ഇത്ര ജാഗ്രത പുലർത്തുന്ന ഒരാളെ നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല. എന്നിട്ടും സമയത്ത് ഈ റമദാൻ മാസമൊക്കെയാണ്, എല്ലാവരും റമദാൻ പ്രമാണിച്ച് മുസ്ലിം സമുദായത്തിന്റെ തർബീയത്തിനും സംസ്കരണത്തിനും ശുദ്ധീകരണത്തിനും വേണ്ടി അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ എല്ലാവരും കൃത്യമായിട്ട് കണ്ട് റമദാനിന്റെ പുണ്യം ആർജിക്കുകയും അതുപോലെ മുസ്ലിം സമുദായത്തിന്റെ ആഭ്യന്തര രംഗത്ത് ഉണ്ടാകേണ്ട നവോത്ഥാനം അത് സ്വാംശീകരിക്കുകയും അതുപോലെ ഇതര സമുദായങ്ങളുമായി നമ്മൾ എങ്ങനെയാണ് വർത്തിക്കേണ്ടത് എന്നത് സംബന്ധമായി അദ്ദേഹം സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാർഗനിർദ്ദേശങ്ങൾ അർഹമായ രീതിയിൽ എല്ലാവരും ഉൾക്കൊണ്ട് അത് പ്രയോഗവൽക്കരിച്ച് മുന്നേറണമെന്നാണ് പറയാനുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി അത് അപാരമാണ്. മുസ്ലിം സാമൂഹ്യ ശാസ്ത്രത്തിൽ, മുസ്ലിം ദൈവശാസ്ത്രത്തിൽ, ഇസ്ലാമിക് ഹിസ്റ്ററിയിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ അറിവ് ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് അതെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്.